എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാണിയേലിപ്പൂരാണ്. അപ്പോൾ പെരുമ്പാവൂരിനടുത്താണ് ഈ സ്ഥലം. എറണാകുളം ജില്ലയിലെ സ്ഥലം എന്ന് പറഞ്ഞാലും പെരുമ്പാവൂരിൽ നിന്ന് തന്നെ ഒരു 23 കിലോമീറ്റർ ആണ് ഈ പാണിയേലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ജനുവരി ലാസ്റ്റ് മുതൽ മെയ് വരെയാണ്. നമ്മൾ വന്ന സമയം കുറച്ച് മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു പുഴയിലോട്ട് നമ്മൾ ഇറക്കത്തില്ലായിരുന്നു. നമ്മളിപ്പോ ഇത് കാണുന്നത് നമ്മൾ എൻട്രൻസിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ഇവിടെ കാട്ടാനകളൊക്കെ വല്ലപ്പോഴൊക്കെ ആയിട്ട് ഇറങ്ങാറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ ഈ ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് മരണം വരെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ ഫെൻസിങ് ഉണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിലാണെങ്കിലും ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ കാട്ടാനകൾ വരുന്ന സ്ഥലം എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞത്. റെഗുലർ ആയിട്ടല്ല, എന്നാലും ഇവിടെ വരാറുണ്ട്. നമുക്കപ്പോൾ പാണിയേലിപ്പൂരിലോട്ട് പോവാം. ഇവിടുത്തെ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതും അവിടുത്തെ ആ പ്രകൃതി ഭംഗിയൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. 60 രൂപയാണ് നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അവിടെ കൂടുതലും ഓൺലൈൻ പേയ്മെന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ്. അതിൻ്റെ ഇരുവശങ്ങളിലും ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറുന്നേക്കാൾ മുമ്പ് നമ്മുടെ ബാഗെല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് അവർ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത് ഈ കാണുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട്. മൈൻഡ് റിലാക്സേഷനും അതുപോലെ തന്നെ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ട്രിപ്പിന് പോകുന്നവർക്ക് പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ പാണിയേലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നമ്മളിപ്പം കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ കാണിച്ചുള്ളൂ. നമ്മളങ്ങനെ നടന്നു വരാൻ നേരത്ത് നമുക്ക് ദൂരെ കാണാൻ സാധിക്കും, ഇതുപോലെ പുഴ ഒഴുകുന്നത് കാണാം. അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതുപോലെ നമുക്കിതിനുള്ളിലോട്ട് കയറാനുള്ള ടിക്കറ്റ് 4 മണി വരെയാണ് അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം ഉള്ളിലോട്ട് കയറ്റി വിടുന്നതല്ല. ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് 5 മണി വരെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോകേണ്ടതാണ്. പെരിയാറാണ് നമ്മുടെ ഈ മുൻപിലൂടെ ഒഴുകിപ്പോകുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പെരിയാർ കാണാൻ വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ ധാരാളം തുരുത്തുകളും ഇവിടെയുണ്ട്. അതുപോലെ യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ധാരാളം. അവരോട് നമുക്ക് ഇവിടുത്തെ സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അവരെല്ലാം പറഞ്ഞു തരും. കുറച്ച് സ്ഥലമൊക്കെ ഇതുപോലെ പാറയുടെ മുകളിലൂടെയൊക്കെ കയറി പോകാനായിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ചു പോകണം, ഇല്ലെങ്കിൽ തെന്നി വീഴാനായിട്ടൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോഗ്രാഫിക്കും ധാരാളം പേര് കേട്ട സ്ഥലമാണിത്. അതുപോലെ തന്നെ ധാരാളം അപകടങ്ങൾ നിറഞ്ഞ ഒരു പുഴയുമാണിത്. വലിയ ഒരു ആൾ വരെ ഇറങ്ങിപ്പോകാൻ പാകത്തിനുള്ള പാറ ഇടുക്കുകളാണ് ഈ പുഴയിലുള്ളത്. അത് നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷമാവുകയില്ല. ഈ വെള്ളമൊക്കെ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ശക്തമായ ഒഴുക്കുള്ള ഒരു സ്ഥലമായതിനാൽ ഇറങ്ങുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇറങ്ങാനായിട്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പുഴയിലെ വെള്ളം ഇതുപോലെ ധാരാളമായിട്ട് ഒഴുകുന്നത് കൊണ്ടാണ് ഇപ്പോൾ സീസൺ ടൈം അല്ല എന്ന് പറയുന്നത്. ജനുവരി മുതലാണ് സീസൺ ടൈം വരുന്നത്. അപ്പോൾ ഈ നദിയിലെ വെള്ളം ധാരാളമായിട്ട് കുറയുകയും നമുക്ക് അതിനൊക്കെ നടക്കാവുന്ന ഒരു രീതിയിലേക്കൊക്കെ ആകുകയും ചെയ്യും. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ അനിയനും ഫാമിലിയും ഈ പാണിയേലിപ്പൂർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പാണിയേലിപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നടന്ന് കുറേ എത്തിക്കഴിയാൻ നേരത്ത് ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാറയുടെ പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഇറങ്ങാനും ഒക്കെ സാധിക്കുന്നതാണ്.
സീസൺ ടൈം അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് വരികയും അപകടങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ആരെയും അങ്ങനെ ഇറക്കാൻ അനുവദിക്കാത്തത്. സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇറങ്ങാനും അവിടെ കുളിക്കാനും ഒക്കെ അനുവദിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലം വരെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രവേശനമുള്ളൂ. സീസൺ ടൈം ആകുമ്പോഴേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മെയിൻ്റനൻസ് ചെയ്യേണ്ടതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആരെയും കയറ്റുന്നില്ല. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ആൾക്കാരെ ഇറക്കിയതായിട്ട് കണ്ടത്. ഇവിടുന്ന് പോര് എന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി കുറച്ച് പാലങ്ങളൊക്കെ ഉണ്ട്, 2-3 പാലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പം മാറ്റിയിരിക്കുകയാണ്. ഈ വെള്ളം കുറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് വരുന്നവരെല്ലാം മാക്സിമം ജനുവരിക്ക് ശേഷം വരാൻ നോക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ ഇവിടെ നടന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പേര് കുളിക്കുന്നതായിട്ട് കാണാം. അത് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. എൻട്രൻസിൽ നമ്മൾ കയറി വരുമ്പോൾ ഇതുപോലെ ഒരു സ്നാക്സ് ഒക്കെ ഉള്ളൊരു കട കാണാം. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ വരുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയരുത്. വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ പാണിയേലിപ്പോര് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.